ഹായ് ഗായ്സ്, ഡിലഗൺ ഫുട്ബോളിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ നോർമലി ട്രാൻസ്ഫർ വിശേഷങ്ങളോ അതുപോലെ തന്നെ ഫുട്ബോൾ ഫാക്ട്സ് ഒക്കെയാണ് ചെയ്യല്. സോ ഇന്ന് കുറച്ച് പുതിയൊരു സാധനം പിടിക്കാമെന്ന് വിചാരിച്ച്, വേറെ ഒന്നുമല്ല, മൂവി റിയാക്ഷൻ. സോ മൂവി റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർ ചെയ്യുമല്ല, നമ്മുടെ മലയാളം ഫിലിംസ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഫിലിംസ്, ഇപ്പം അങ്ങനത്തെ മൂവി റിയാക്ഷൻ അല്ല. സോ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട്, എസ്പെഷ്യലി ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻ്ററീസ് അതുപോലെ തന്നെ മൂവീസ്, അതിൻ്റെയൊക്കെ ഒരു റിയാക്ഷൻ ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഒരു ബേസിക് ഐഡിയ. സംഭവം ഇന്നലെ ഞാൻ ആക്ച്വലി ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന സമയത്ത് ഒരു വീഡിയോ ചെയ്യാനോ എന്നുള്ള രീതിക്ക് കോണ്ടന്റ് ഒക്കെ നോക്കണ ട്രാൻസ്ഫർ ലൈക്ക് ന്യൂസും അതുപോലെ കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് അങ്ങനെ പ്രത്യേകിച്ച് പുതിയതായിട്ടൊന്നുമില്ല. അപ്പോൾ ലൈക്ക് അപ്പോൾ എന്ത് ചെയ്യുന്ന ആലോചിച്ചിരുന്നപ്പോഴാണ് ഞാൻ ഓൾറെഡി ഈ ഡോക്യുമെൻ്ററി കാണാനായിട്ട് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായില്ല. ഇന്നലെ ഞാൻ വിചാരിച്ചാൽ നമുക്ക് ആ ഡോക്യുമെൻ്ററി കാണാം എന്നുള്ള രീതിക്ക് ഇന്നലെ ഞാൻ ഡോക്യുമെൻ്ററി കണ്ടു. ആൻഡ് ആബ്സല്യൂട്ട്ലി സൂപ്പർ. അപ്പോഴാണ് എന്നാൽ ഇങ്ങനെ ഒരു റിവ്യൂ ചെയ്തുകൂടി എന്നുള്ള രീതിക്ക് തോന്നിയത്. സോ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു റിവ്യൂ പോലെ ചെയ്യണത്. എന്തായാലും മിസ്റ്റേക്സ് ഉണ്ടാവും, നിങ്ങൾ എന്തായാലും അറിയിക്കണം. സോ ഇന്നലെ ഞാൻ കണ്ട ഡോക്യുമെൻ്ററിയുടെ പേര് വേറെ ഒന്നുമല്ല, ദാറ്റ് പീറ്റർ ക്രൗച്ച് ഫിലിം. അതായത് മുൻ ഇംഗ്ലീഷ് താരവും അതുപോലെ തന്നെ ലിവർപൂൾ, ടോട്ടനാം, സ്റ്റോക്ക് സിറ്റിയുടെ ഒക്കെ പ്ലെയർ ആയിരുന്ന പീറ്റർ ക്രൗച്ചിൻ്റെ ഒരു ഡോക്യുമെൻ്ററിയാണ് കണ്ടത്. ആൻഡ് അടിപൊളി, ഒന്നും പറയാനല്ല. കാരണം ഞാൻ പീറ്റർ ക്രൗച്ചിൻ്റെ ഓർമ്മകൾ പറയാം എനിക്കുള്ളത്. കാരണം ചിലപ്പോൾ മിക്ക ആൾക്കാർക്ക് ഇതൊക്കെ തന്നെ ആയിരിക്കാം, എക്സെപ്ഷൻസ് ഉണ്ടാവും. എനിക്ക് പീറ്റർ ക്രൗച്ചിൻ്റെ ഓർമ്മകളുള്ള ഒന്ന് ലിവർപൂളിന് വേണ്ടി കളിച്ചിരുന്ന സമയത്തുള്ള കുറച്ച് ഗ്ലിംസസ് ഓഫ് ഇത്. കാരണം ഞാൻ ഒന്ന് ചെറുതാണ്, കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ കണ്ട ഒരു ഓർമ്മയുണ്ട്. പിന്നെ ഉള്ളത് ടോട്ടനാമിന് വേണ്ടിയും സ്റ്റോക്ക് സിറ്റിക്ക് വേണ്ടിയും. ഞാൻ കൂടുതലും പ്രീമിയർ ലീഗും ഫുട്ബോൾ വളരെയധികം കാണാൻ തുടങ്ങിയ സമയത്ത് പുള്ളി സ്റ്റോക്ക് സിറ്റിക്ക് വേണ്ടി കളിക്കുന്നതാണ്. അപ്പോൾ ആ സ്റ്റോക്ക് സിറ്റിക്ക് വേണ്ടി കളിച്ച സമയത്തുള്ള ഓർമ്മകളാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അന്ന് സ്റ്റോക്ക് സിറ്റിയുടെ ഞാൻ കാണുന്ന സമയത്തുള്ള ഒരു ടാക്ടിക്സും ഇപ്പോൾ രീതിക്കുള്ള അനാലിസിസ് ഒന്നും ഇല്ലല്ലോ. അന്ന് ഇങ്ങനെ ഫുട്ബോൾ വെറുതെ ഇങ്ങനെ കാണാം എന്നുള്ള രീതിക്ക്. അന്ന് കാണുമ്പോൾ ക്രോസസ് ഇങ്ങനെ കീപ്പ് ഓൺ ബോക്സിൻ്റെ അകത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കുക, എന്നിട്ട് അത് ഹെഡ് ചെയ്യാനായിട്ടൊരു ടാർഗറ്റ് മാൻ പോലെ നല്ല ഹൈറ്റുള്ള 6 അടി മേലെ ഹൈറ്റുള്ള ഒരു ചങ്ങായി ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഹെഡ് കുത്താനായിട്ടും ഡിഫൻഡേഴ്സിൻ്റെ ഇടയിൽ ഇങ്ങനെ മെലിഞ്ഞ് കോലുപോലിരിക്കണ ഒരു ശരീരം, പക്ഷെ അധികം മസിൽസ് ഒന്നുമില്ല. ആ ഒരു രീതിക്ക് പുള്ളി ഇങ്ങനെ ഡിഫൻഡേഴ്സിൻ്റെ ഇടയിൽ കിടന്ന് ബാറ്റിൽ ചെയ്ത് ഹെഡ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ട് ഇങ്ങനെ കളിക്കൂലേ, ആ ഒരു രീതിക്കൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ഞാനൊരു പീറ്റർ ക്രൗച്ചിനെ ഒരു ആവറേജ് പ്ലെയർ ആയിട്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ആൻഡ് പീറ്റർ ക്രൗച്ച് എന്നുള്ള പ്ലെയർ ഇത്രക്കൊരു സെൻസേഷൻ ഈ ഇംഗ്ലണ്ട് ഫാൻസിൻ്റെ ഇടയിൽ ആയതിനെ പറ്റിയൊന്നും ലൈക്ക് എനിക്ക് അങ്ങനെ അറിയില്ലായിരുന്നു. പക്ഷേ ഇത് കണ്ടതിന് ശേഷം ഞാൻ കുറേ കാര്യങ്ങൾ നോക്കിയപ്പോഴാണ് പീറ്റർ ക്രൗച്ച് വളരെ വലിയൊരു നാഷണൽ ഹീറോ പോലത്തെ ഒരു സെൻസേഷനാണ് ഇവിടെ UK. ആൻഡ് പുള്ളി എന്ന് പറയുന്ന ഒരു പ്ലെയർ, കാരണം പുള്ളി ചെറുപ്പം മുതലേ ഈ ഡോക്യുമെൻ്ററിയിൽ കാണിക്കുന്നത് ചെറുപ്പം മുതലേ പുള്ളിയുടെ ആ സ്ട്രഗിൾസ്, പുള്ളി എങ്ങനെയാണ് ഒരു ഫുട്ബോളർ എന്നുള്ള രീതിക്ക് ഡെവലപ്പായത്, ഒരു ആവറേജ് ഫുട്ബോളർ എന്നുള്ള രീതിക്ക് പുള്ളിക്കുള്ള കോൺസെപ്റ്റ്സ് ഉള്ളു. പുള്ളി 100 പ്രീമിയർ ലീഗ് ഗോൾസ് അടിച്ചു. ഇതിനെപ്പറ്റിയൊക്കെ പുള്ളിയുടെ ആ ഒരു ത്രൂ ഔട്ട് കരിയർ ഫുള്ളായിട്ട് ഒരു ഡോക്യുമെൻ്ററി പോലെ പല വീഡിയോസ് എല്ലാം ആ സമയത്ത് എടുത്തതിൻ്റെ ഒക്കെ വെച്ചിട്ട് പിന്നെ ഒരു ഇൻ്റർവ്യൂ പോലെ ഇരുന്ന് സംസാരിച്ച് പുള്ളിയുടെ ഡാഡ് സംസാരിക്കാനുണ്ട്, ബ്രൂസ് ക്രൗച്ച് സംസാരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പുള്ളിയുടെ ഭാര്യ, അതേപോലെ സ്റ്റീവൻ ജെറാർഡ്, ലിവർപൂളിൻ്റെ സ്റ്റീവൻ ജെറാർഡ്, ജെയ്മി കാരിഗർ, ഇവരൊക്കെ ഇതിൻ്റെ അകത്ത് ഡോക്യുമെൻ്ററിയിൽ വന്നിട്ട് അവർ ആ പാർട്സ് ഫില്ല് ചെയ്ത് അവരതിനെ പറ്റി ആ ക്രൗച്ചിൻ്റെ പല ഭാഗങ്ങളെ പറ്റി, എസ്പെഷ്യലി ഹാരി റെഡ്നാപ്പ് മാനേജറായിരുന്ന പുള്ളിയൊക്കെ ഒന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പീറ്റർ ക്രൗച്ച് എന്നുള്ളൊരു പ്ലെയർ എങ്ങനെ ഉത്ഭവിച്ചു എന്നുള്ളതിനെ പറ്റിയിട്ടാണ് മെയിനായിട്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് വേറെ ഭാഗം നമ്മൾ നോക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡോക്യുമെൻ്ററിയുടെ അകത്ത് ഒരു ഫുട്ബോൾ പ്ലെയർ മെൻ്റലി എത്രത്തോളം സഫർ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും. എസ്പെഷ്യലി പീറ്റർ ക്രൗച്ച് തുടക്കം മുതലേ, അതായത് ചെറുപ്പം മുതലേ വളരെയധികം അബ്യൂസ് കേട്ടിട്ടുള്ളൊരു പ്ലെയറാണ്. വേറെ ഒന്നും കൊണ്ടല്ല, പുള്ളിയുടെ ആ ഒരു ഹൈറ്റും, പുള്ളി നോർമൽ അല്ല, ഹൈറ്റ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ബാസ്കറ്റ്ബോൾ പ്ലെയർ ആണോ, അതുപോലെ തന്നെ ഫുട്ബോൾ പ്ലെയർ ആവാൻ പറ്റില്ല, അങ്ങനത്തെ കുറേ സിറ്റുവേഷൻസും പല ഫാൻസിൻ്റെ അബ്യൂസും മോശം സമയവും എല്ലാം ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. ആൻഡ് ഒരു ഫുട്ബോളറിൻ്റെ ലൈഫിലേക്കുള്ള കംപ്ലീറ്റ് എത്തിനോട്ട് വേണം. ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടാണ് പുള്ളി മുന്നോട്ട് വന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റേ ഡെല്ലി അലിയുടെ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടിയാണ്, അത്രയ്ക്ക് സ്ട്രഗിൾ ഉണ്ടായില്ല. പക്ഷേ എന്നാലും പുള്ളി ഒരു ഡിഫറെൻ്റ് ടൈപ്പ് മെൻ്റലി ഭയങ്കര സ്ട്രഗിൾ ചെയ്ത്, എസ്പെഷ്യലി ഇങ്ങനത്തെ അബ്യൂസും കാര്യങ്ങളിൽ നിന്നൊക്കെ പെർഫോം ചെയ്ത് മുന്നോട്ട് വരണം. ആൻഡ് ഇംഗ്ലണ്ടിന് വേണ്ടി കളിക്കണം. അവരുടെ ഇംഗ്ലണ്ട് ആ ഗോൾഡൻ ജനറേഷൻ്റെ കൂടെയൊക്കെ പുള്ളി കളിച്ച്. സോ ഇതൊക്കെയാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഡോക്യുമെൻ്ററിയിൽ ത്രൂ ഔട്ട് പോണത്. ആൻഡ് എസ്പെഷ്യലി ഫുട്ബോൾ ഫാൻസ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ
നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണണം. വേറെ ഒന്നും കൊണ്ടല്ല, ഈ ഡോക്യുമെൻ്ററി കാണണം. കാരണം ഒരു ഫുട്ബോളർ എന്നുള്ള രീതിക്ക് പുള്ളിയുടെ ലൈഫിൽ, അതായത് ഒരു ഫുട്ബോളറിൻ്റെ ലൈഫിൽ സംഭവിക്കണ എല്ലാം ഈ ഡോക്യുമെൻ്ററിയിൽ കാണിക്കേണ്ടത്, എങ്ങനെയാണ് പുള്ളിയുടെ കരിയർ പോയത്, ആൻഡ് ആഫ്റ്റർ ഫുട്ബോൾ കരിയർ പുള്ളി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പുള്ളിയുടെ പേരിലുള്ള റെക്കോർഡ്സ് എന്തൊക്കെയാണ്, എല്ലാം ഇതിനെപ്പറ്റി സംസാരിക്കേണ്ടത്. ആൻഡ് വളരെ നല്ല ലാംഗ്വേജിലാണ് സംസാരിക്കണത്. ഒരു ലൈക്ക് കുറച്ച് മറ്റേ ഫിഷ് വർത്താനങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, ഇവിടുത്തെ ആൾക്കാരെ സംബന്ധിച്ചോളം അത് ഇവരുടെ നോർമൽ ലാംഗ്വേജിൽ, അല്ലെങ്കിൽ നോർമൽ സംസാര രീതിക്ക് അവർ സംസാരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഫിഷ് എന്ന് പറയുന്നത്. ഫിഷ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്താണ് വാക്കെന്നുള്ളത്. അപ്പോൾ അതാണ് സംസാരിക്കണത്. അപ്പോൾ ഞാൻ അത്രക്കങ്ങോട്ട് വളരെ ചെറിയ കുട്ടികളെ കൂടെ ഇരുന്ന് കാണാൻ ഞാൻ പറയില്ല, പക്ഷെ എന്നാലും അത്യാവശ്യം ഒരു ടീനേജ് കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ നമുക്ക് ലൈക്ക് അറിയാവുന്ന വാക്കുകൾ, കേട്ടിട്ടുള്ള വാക്കുകളായിരിക്കും, അത് വെച്ചിട്ടൊക്കെ തന്നെ കണ്ടുപോകാൻ വലിയ പ്രശ്നമില്ല. സോ ഇതാണ് ഡോക്യുമെൻ്ററിനെ പറ്റി പറയാനുള്ളത്. 2023 ഈ വർഷം തന്നെ ഇറങ്ങിയതാണ്, മെയ് മാസം ഇറങ്ങിയതാണ്. ഞാൻ കുറച്ച് നാളെ വിഷ് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോഴാണ് കണ്ടത്. സോ ഇതാണ് പുതിയ സീരീസ് എന്നുള്ള രീതിക്ക്. ഞാനത് തുടരണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. കാരണം വേറെ ഒന്നുമില്ല, കാരണം ഞാനിതുപോലത്തെ പല ഇൻസ്പിറേഷണൽ മൂവീസും ഡോക്യുമെൻ്ററീസും എല്ലാം ഫുട്ബോളിനെ കാണലുണ്ട്. അപ്പം നിങ്ങൾക്കും അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ള രീതിക്കാണ് എൻ്റെ പ്ലാൻ. ഇത് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ നമ്മളെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് മെസ്സേജ് ചെയ്യുക. അതേപോലെ ഇത് കണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി മെസ്സേജ് ചെയ്യുക. ഇനി കാണാൻ പോകുന്നത് കണ്ടതിന് ശേഷം തിരിച്ചു വന്നിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ ഇതൊക്കെയാണ് പറയാനുള്ളത്. പുതിയ സീരീസ് എങ്ങനെയുണ്ടെന്നുള്ളത്, നിങ്ങളിത് തുടരണമെന്ന് വേണ്ടെന്നുള്ളതും കൂടെ പറയണം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് മുഹൈം ഫ്രം ഡിലേ.